സ്വകാര്യ സ്പെഷ്യൽ സ്കൂളുകൾക്ക് വ്യാപകമായി എയ്ഡഡ് പദവി നൽകിയത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുമെന്ന ആരോപണം. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സംയോജിത വിദ്യാഭ്യാസം നൽകണമെന്ന ആഗോള കാഴ്ചപ്പാടിനെ അട്ടിമറിക്കുമെന്നാണ് സർക്കാർ തീരുമാനമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 100 അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂളുകളെ എയ്ഡഡാക്കി ഉയർത്താനാണ് സർക്കാർ തീരുമാനം. നിലവിൽ പൊതു സ്കൂളുകളിൽ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം പഠിക്കുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് SSA ട്രെയിനർമാർ പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. സ്വകാര്യ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകുന്നതോടെ ഈ സംവിധാനം അട്ടിമറിക്കപ്പെടുമെന്നാണ് ഉയരുന്ന ഭീഷണി. എല്ലാ കുട്ടികളും സ്പെഷ്യലായിട്ട് തന്നെ വളരും. അവർ സ്പെഷ്യലായിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ സ്പെഷ്യലായിരിക്കുന്ന കുട്ടികളെ നോർമലാക്കാനുള്ള ഒരവസ്ഥയല്ല സ്പെഷ്യൽ സ്കൂളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പഠിച്ചിരുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾ പ്രത്യേക സ്കൂളുകളിലേക്ക് മാറ്റപ്പെടുന്നതോടെ വിദ്യാർത്ഥികളുടെ വികാസം നഷ്ടപ്പെടും. അവർ പ്രത്യേകമായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പോവരുത്. അവർ വേണ്ടത് സാധാരണ കുട്ടികളോടൊപ്പം നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പം അവർക്ക് എങ്ങനെ പെരുമാറണം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അവർ സാധാരണ സ്കൂളിൽ തന്നെ പഠിക്കണം. അധ്യാപക പോസ്റ്റുകൾ സൃഷ്ടിക്കാൻ നിലവിൽ സംയോജിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളെ പുതിയ എയ്ഡഡ് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അധ്യാപക നിയമനത്തിലെ കോഴ മാത്രം ലക്ഷ്യം വെച്ചാണ് വിദ്യാർത്ഥികളുടെ താൽപര്യം അട്ടിമറിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന ആക്ഷേപം. TK സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.